ഈ വയനാട് പുനരധിവാസ പട്ടികയിലെ കരട് പട്ടികയിൽ ഈ അർഹരായ പലരും ഉൾപ്പെട്ടിട്ടില്ല, പല പേരുകൾ ഇരട്ടിപ്പുണ്ടായിട്ടുണ്ട്. അത് അങ്ങനത്തെ ഒരു വാർത്ത ശ്രദ്ധിച്ചു. തീർച്ചയായിട്ടും ഞങ്ങളത് പരിശോധിക്കും. ഞങ്ങളുടെ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഒക്കെ അവിടെയുണ്ട്, ജനപ്രതിനിധികളെല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ അർഹരായ ഒരാൾക്ക് പോലും അവിടെ നീതി നിഷേധിക്കപ്പെടരുത് എന്ന് ഉറപ്പുവരുത്തും. അത്രയേ ഉള്ളൂ. എന്താ സംഭവിച്ചതെന്ന് നമ്മൾ അന്വേഷിക്കട്ടെ. നമ്മൾ വയനാട് വിഷയത്തിൽ അങ്ങ് ചാടിക്കേറിയ എല്ലാ കാര്യത്തിലും പറയുന്നില്ല. ഞങ്ങൾ ഇത് ഒന്ന് പരിശോധിക്കട്ടെ. അവിടെ നമ്മുടെ എം എൽ എ ഉണ്ട്. എം എൽ എയുടെ നേതൃത്വത്തിൽ വളരെ കീനായി ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. വയനാട് ജനപ്രതിനിധികളെല്ലാം ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരാണ്. അവർ രാപകലില്ലാതെ ഈ പാവങ്ങളുടെ കൂടെ ഉണ്ട്. അത് അവരൊക്കെ ആളുകളെ വെല്ലുവിളിക്കല്ലേ. റോഡിൽ കൂടി കാറിൽ പോകുന്ന ആളുകൾ എന്തിനു വെല്ലുവിളിക്കുന്നത്? അമ്മായിയമ്മയെ കാണാൻ പോകാമെന്നൊക്കെ പറയണത് എന്തൊരു ഭാഷയാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. റോഡിൽ കൂടി എന്തെല്ലാം ആവശ്യത്തിന് ആളുകൾ പോകുന്നത് ഇല്ലേ? ബാങ്കിൽ പോവും, സ്കൂളിൽ പോവും, ആശുപത്രിയിൽ പോവും, ബന്ധുക്കളെ കൊണ്ടുപോകും, വിവാഹത്തിൽ പങ്കെടുക്കാൻ പോവും. മനുഷ്യന് ഓരോ ആവശ്യത്തിന് കാറിൽ കൂടി പോകുമ്പോൾ അമ്മായിയമ്മയെ കാണാൻ പോകാമെന്ന് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ശരിയാണ്. CPM ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർക്ക് യോജിച്ച രീതിയിലാണ്. നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾ പരമാവധി ജനങ്ങളെ ഉപദ്രവിക്കാതെ ഞങ്ങളൊക്കെ വ്യക്തിപരമായി ഹർത്താലിനെതിരായി എടുത്തിരിക്കുന്ന ഒരു സ്റ്റാൻഡുണ്ട്. വ്യക്തിപരമായി ഞങ്ങളുടെ പാർട്ടിയെ കൊണ്ടുകൂടി ആ തീരുമാനം എടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാനും CMMSനൊക്കെ എടുത്തത് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തത്? നമുക്ക് സംഘടിതമായി ചെന്നിട്ട് നിങ്ങളിന്ന് ആശുപത്രി പോകണ്ട, നിങ്ങളിന്ന് സ്കൂളിൽ പോകണ്ട, നിങ്ങളിന്ന് ജോലിക്ക് പോകണ്ട, ഇന്ന് പണിക്ക് കയറണ്ട എന്ന് നമ്മൾ പറയുന്നത് ഒരു ഭരണഘടനാ വിരുദ്ധതയുണ്ട് അതിൻ്റെ അകത്ത്. നമ്മൾ ശരിയല്ല എന്നൊരു തോന്നലാണ് ഞങ്ങളൊക്കെ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി ഈ ഹർത്താലിനെതിരായിട്ടുള്ള വ്യക്തിപരമായ സാധനം. ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തി ഞങ്ങളുടെ പാർട്ടിയെ കൊണ്ടുകൂടി ആ സ്റ്റാൻഡ് എടുപ്പിക്കാൻ, മുന്നണിയെ കൊണ്ടുകൂടി ആ സ്റ്റാൻഡ് എടുപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുകയാണ്. നമ്മുടെ ഭാഗത്ത് രാഷ്ട്രീയ പാർട്ടികൾ എന്നുള്ള രീതിയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകണ എന്തെങ്കിലും തെറ്റ് പറ്റും, മാപ്പ് പറഞ്ഞേക്കണം, ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞേക്കണം. ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായി ബോർഡുകൾ എല്ലാം. ഞാൻ എല്ലാവരോടും പറഞ്ഞു പരസ്യമായിട്ട്, നമ്മളിനി ബോർഡ് വയ്ക്കരുത്. അത് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവമാണ്. റോഡിൻ്റെ അകത്തുകൊണ്ട് ബോർഡ് വയ്ക്കൽ പരമാവധി നമ്മുടെ ആളുകൾ വെക്കാതിരിക്കണം, ശ്രദ്ധിക്കണം. ഞങ്ങളെല്ലാവർക്കും നിർദ്ദേശം കൊടുത്തു. അത് ഹൈക്കോടതിയുടെ ഇടപെടൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അത് പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടുള്ള, സാധാരണ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള കോടതിയുടെ ഒരു ഇടപെടലാണ്. ആ ഇടപെടലിൽ നമ്മൾ കൂടി സഹകരിച്ച്, ഞങ്ങളല്ലേ പ്രതിപക്ഷത്തിരിക്കുന്നത്, ഞങ്ങളല്ലേ ഏറ്റവും കൂടുതൽ ബോർഡ് കൊണ്ട് റോഡിൽ വെക്കേണ്ടത്. ഞങ്ങൾ അതല്ല പറഞ്ഞത്. ആ ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്യുകയും റോഡുകളിൽ നിന്ന് ബോർഡുകൾ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടിക്ക് പിന്തുണ കൊടുക്കാൻ പറഞ്ഞ് നമ്മൾ കൊണ്ട് വയ്ക്കുകയും ചെയ്യുന്നു. നമ്മളിത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം നടന്നത്? സാധാരണക്കാർക്ക് വേണ്ടിയിട്ടല്ലേ? അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടും, അവരുടെ കണ്ണീര് തുടയ്ക്കുന്നതിന് വേണ്ടിയിട്ടും, അവരുടെ സങ്കടം മാറ്റുന്നതിനും വേണ്ടി നമ്മൾ നടത്തുന്ന പ്രയത്നമല്ലേ രാഷ്ട്രീയ പ്രവർത്തനം. നമ്മൾ ജനങ്ങളെ വെല്ലുവിളിക്കാമോ? നമുക്ക് തെറ്റുപറ്റും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, തെറ്റുപറ്റുമ്പോൾ ഒരു ക്ഷമ ചോദിച്ചേക്കണം. പറ്റിപ്പോയി ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ എന്തോ കുഴപ്പം, അതിനേക്കാൾ വലുത് ഞാൻ പറയും. എനിക്ക് അതിനകത്ത് നമ്മൾ ചെറുതാവില്ല അങ്ങനെ പറയുമ്പോൾ, നമ്മൾ വലുതാവുള്ള അങ്ങനെ പറയുമ്പോൾ, നമുക്ക് പറ്റിപ്പോയി ക്ഷമിക്കണം, ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എന്തൊരു ഭംഗിയാണ്. അത് കേൾക്കുമ്പോൾ ആളുകൾ അപ്പം തന്നെ അത് അങ്ങ് അലിഞ്ഞു പോയില്ലേ? ആ ദേഷ്യം മുഴുവൻ ആളുകളുടെ അതിന് വരെ ആളുകളെ വെല്ലുവിളിച്ച് അമ്മായിയമ്മയുടെ കാണാൻ പോകാണെന്നൊക്കെ പറഞ്ഞത്. ആരാ അമ്മായിയമ്മ? അമ്മയല്ലേ? അമ്മായിയമ്മ എന്ന് പറഞ്ഞാൽ ആരാ? അമ്മയല്ലേ? ഒരാളുടെ അമ്മായിയമ്മ എന്ന് പറഞ്ഞാൽ അമ്മയല്ലേ? ഞാൻ അമ്മയായിട്ടാണ് കരുതുന്നത് അമ്മായിയമ്മ എന്ന് പറഞ്ഞാൽ. എന്നിട്ട് പറയുക ചുമ്മാ. ഇതൊക്കെ ഒരു ചർച്ചയും ഞങ്ങൾ ഇതുവരെ ഒരു ചർച്ച ഞങ്ങൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് കൃത്യമായിട്ട് KPCC പ്രസിഡന്റ് നിങ്ങളെ അറിയിക്കും. അതൊക്കെ തീർച്ചയായിട്ടും പെട്ടെന്ന് ചെയ്യും. ചെറിയൊരു ഡിലേ വന്നിട്ടുണ്ട്, അതൊക്കെ ചെയ്യും, എല്ലാം ചെയ്യും തീർച്ചയായിട്ടും.